ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നോക്കാം. The angle of elevation of a cloud from a point 60 meter above the lake is 30 degree and the angle of depression of the reflection of cloud in the lake is 60 degree. Find the height of the cloud. അതായത് ഒരു ലേക്ക് അതിൻ്റെ ഇവിടെ 60 മീറ്റർ എബോവിൽ നിന്ന് ക്ലൗഡിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ, ക്ലൗഡിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തതിന് പാരലായിട്ട് ഇല്ലായിരുന്നു. ഈ ആംഗിൾ 30 ഡിഗ്രി. അതായത് ലേക്കിൽ നിന്ന് 60 മീറ്റർ എബോവിൽ നിന്ന് ക്ലൗഡിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രി. അപ്പോൾ ഇവിടം വരെയാണ് നമുക്കുള്ളത്. ഇനി ഇവിടുന്ന് ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടം വരെ, അതായത് ഇത് 60, ഈ ഹൈറ്റ് നമ്മൾ h ആയിട്ട് എടുക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 60 + h. ഇനി ഇവിടെ നിന്നുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ക്ലൗഡ്. ഹൈറ്റ് ഓഫ് ദ ക്ലൗഡ് എന്ന് പറയുന്നത് ഇവിടെ 60 + h ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് ട്രയാങ്കിൾ നമുക്ക് പേര് കൊടുക്കാം. ABCDE. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇൻ ട്രയാങ്കിൾ ABCയിൽ tan 30 എന്ന് പറയുന്നത് എന്താണ്? BC/AC. tan 30 = BC/AC. AC നമുക്ക് വേണമെങ്കിൽ x ആയിട്ട് എടുക്കാം. അപ്പോൾ tan 30 എന്ന് പറഞ്ഞാൽ 1/√3. BC h/x. അപ്പോൾ x = h√3 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇൻ ട്രയാങ്കിൾ ACEയിൽ നമുക്ക് tan 60 എന്ന് പറയുന്നത് tan 60 ഇവിടെ നോട്ട് വരും CE/AC. tan 60 എന്ന് പറയുന്നത് √3. CE എന്ന് പറയുന്നത് ഇവിടെ നോട്ട് ഇവിടം വരെ 60, ഇവിടെ നോട്ട് 60 + h. അപ്പോൾ 120 + h/x. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി x എന്ന് പറയുന്നത് h√3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ √3 = 120 + h/h√3. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. h√3 × √3 എന്ന് പറയുമ്പോൾ 3h = 120 + h. ഈ h ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2h. 2h = 120, h = 60 എന്ന് കിട്ടി. അപ്പോൾ h 60 ആണെങ്കിൽ ഹൈറ്റ് ഓഫ് ക്ലൗഡ് 60 എന്ന് എഴുതിയത് നമ്മൾ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഹൈറ്റ് ഓഫ് ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈറ്റ് ഓഫ് ക്ലൗഡ് = 60 + 60, that is equal to 120 meter. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ മാൻ സ്റ്റാൻഡിങ് ഓൺ എ ഡെക്ക് ഓഫ് എ ഷിപ്പ് വിച്ച് ഈസ് 10 meter above water level. He observes the angle of elevation of the top of hill as 60 degree and the angle of depression of the base of the hill as 30 degree. Calculate the distance of hill from the ship and the height of the hill. അപ്പോൾ ഒരു ഷിപ്പിൻ്റെ ഡെക്കിൽ നിന്ന് 10 meter എബോവിൽ നിന്ന് ഹില്ലിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 60 ഡിഗ്രി. ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി. ഇനി അടുത്തത് എന്താ പറയുന്നത് വെച്ചാൽ ഈ പോയിന്റിൽ നിന്നുള്ള ഡിപ്രഷൻ ആണ് പറയുന്നത്. അതിന് റിഫ്ലക്ഷൻ ഇല്ല. ക്ലൗഡിന്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് റിഫ്ലക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇത്രയും തന്നെ നമുക്ക് താഴോട്ടേക്ക് വന്നത്. ഇവിടെ നിന്നുള്ള ഡിപ്രഷൻ മാത്രമേ പറയുന്നുള്ളൂ. അത് 30 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി. നമുക്ക് പേര് കൊടുക്കാം ABCDE. ഈ ഡിസ്റ്റൻസ് ഇത് 10 ആയതുകൊണ്ട് ഇത് 10. ഈ ഡിസ്റ്റൻസ് h എന്ന് കൊടുക്കുക. ഇത് ഹൈറ്റ് h എന്ന് കൊടുത്തു. ഇത് x. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ ABCയിൽ tan 60 = എന്തോന്നു? BC/AC. അപ്പോൾ √3 = h/x. h = x√3 എന്ന് കിട്ടി. ഇനി അടുത്തത് ഈ ട്രയാങ്കിൾ എടുക്കുക. ADE എന്നുള്ള ട്രയാങ്കിളിൽ tan 30 = AE/ED. അപ്പോൾ 1/√3 = AE എന്ന് പറയുന്നത് 10 ആണ്. 10/ED എന്ന് പറയുന്നത് x. അപ്പോൾ x = 10√3. x ആണ് എന്ത്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് ഹിൽ ഫ്രം ദ
ഷിപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 10√3 എന്ന് കിട്ടി. അടുത്തത് ഹൈറ്റ് ഓഫ് ദ ഹില്ല് കാണണം. ഹൈറ്റ് ഓഫ് ദ ഹില്ല് കാണണമെങ്കിൽ h is equal to എക്സിന്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10√3 into √3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. അപ്പോൾ ഹൈറ്റ് 30 അല്ല, ഈ ഡിസ്റ്റൻസ് അതായത് 10ഉം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഹൈറ്റ് ഓഫ് ഹിൽ എന്ന് പറയുന്നത് ഈക്വൽ ടു 30 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അതാണ് നമുക്ക് മറന്നു പോവുക. എച്ച് കിട്ടിയുണ്ടെന്ന് നമ്മൾ ഹൈറ്റ് ഓഫ് ഹിൽ എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഹൈറ്റ് നമ്മൾ ടോട്ടൽ ഹൈറ്റ് ഓഫ് ഹില്ലല്ല എച്ച് ആയിട്ട് എടുത്തിട്ടുള്ളത്, ഈ ഡിസ്റ്റൻസ് ആണ് എച്ച് ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 10ഉം കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ഹൈറ്റ് ഓഫ് ഹിൽ 40 എന്ന് കിട്ടി. ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.